ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷൻ തന്നെയാണ്. ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബയോളജിയിൽ എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ സ്ട്രെസ് ചെയ്ത് പഠിക്കണം, എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതെങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എഴുതണം എന്നൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ബയോളജി അറിയാലോ, തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ ഉള്ള എക്സാം ആണെന്ന് അറിയാലോ. 314 ആണ് ബയോളജിയുടെ കോഡ് എന്ന് പറഞ്ഞാൽ 314 ആണ് ബയോളജിയുടെ കോഡ്. അതെല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പോൾ ഇതിന് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കിലായിരിക്കും 3 മണിക്കൂർ. 3 മണിക്കൂർ കൊണ്ട് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് എക്സാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 30 ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. അപ്പൊ ഈ 30 ചോദ്യങ്ങൾ നമ്മൾ ഈ 3 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാം. അപ്പോൾ നോക്കൂ, നമുക്ക് ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും അങ്ങനെയായിട്ടാണ് ബയോളജിക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്നും ചെറിയൊരു വേരിയേഷൻ ബയോളജിക്ക് ഉണ്ട്. കാരണം എന്താ, അതിൽ കൂടുതൽ ഡയഗ്രാംസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ആ ഡയഗ്രാംസ് നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് പഠിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതിൽ പാർട്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നമുക്ക് എന്തായാലും വൈകിപ്പിക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എന്താണ് 1 to 8 എന്താണ് ഹാസ് 4 ഓൾട്ടർനേറ്റീവ്സ്. കാരണം എന്താ 1 to 8 എന്താ അപ്പോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 1 to 8 8ാമത്തെ ചോദ്യം വരെ ഓരോ മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ഉത്തരം ചൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, common antibiotic penicillin is a product of a type of fungus ആണോ, algae ആണോ, protozoa ആണോ, gymnosperm ആണോ? ഇത് നമ്മൾ ഏതാണ് ഇതിൽ കറക്റ്റ് ഉത്തരം എന്ന് വെച്ചാൽ 1 എഴുതുക. അതിന്റെ ഉത്തരം എന്താന്ന് വെച്ചാൽ മാർജിനുള്ളിലായിട്ട് നമുക്ക് എ ആണ് എ എന്ന് എഴുതുക. അങ്ങനെ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് ആ ആൽഫബറ്റ് എന്താണോ അത് എഴുതിയാൽ മതിയാകും. അല്ലാതെ നമ്മൾ ആ ഓപ്ഷൻ കൂടെ ഉത്തരം കൂടെ എഴുതണമെന്ന് ആവശ്യമില്ല. എന്താണ് ആൽഫബറ്റ് അത് എഴുതിയാൽ മതിയാവും. ചുമ്മാ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇനി വലിയ വലിയ ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണല്ലോ. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൾസോ നമുക്ക് എന്താണ് ഓരോ മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ABCD ഓപ്ഷൻസ് ഉണ്ട്. 3ാമത്തെ ക്വസ്റ്റ്യനും അതെ 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യാനാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഓൾസോ. 5ാമത്തെ ക്വസ്റ്റ്യനും അതെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. സൈനോബാക്ടീരിയ ഈസ് ഇൻക്ലൂഡഡ് ഇൻ കിങ്ഡം മോണീറ ബിക്കോസ് ഇറ്റ് ഹാസ്. ഇതിൽ എന്താണ് ന്യൂക്ലിയർ വിത്തൗട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണോ, നോ സെൽവാൾ ആണോ, ഫ്ലജില്ല ആണോ, ക്ലോറോപ്ലാസ്റ്റ് ആണോ? അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തതാണ്. നമുക്ക് എന്തായാലും ഓപ്ഷൻ വായിക്കുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഉത്തരം മനസ്സിൽ വരും. ആ കാണുന്ന ഉത്തരം നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയാവും. അത് ഏതാണ് ഈ ആൽഫബറ്റ് അത് നോക്കിയിട്ട് ആൻസർ പേപ്പറിലേക്ക് നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കുക. തെറ്റാതെ എഴുതാൻ ശ്രദ്ധിക്കുക. നമ്മൾ മനസ്സിൽ ബി കണ്ടു, ആൻസർ ഷീറ്റിൽ വന്നപ്പോൾ അത് എ ആയി, അപ്പൊ നമ്മുടെ മാർക്ക് പോകും. നമുക്ക് കറക്റ്റ് ഉത്തരം എഴുതിയോ എന്ന് നമുക്കൊന്ന് എക്സാം എഴുതി കഴിഞ്ഞ് റീചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നോക്കൂ, 6ാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ്. 7ാമത്തെ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 8ാമത്തെ ചോദ്യം വരെയാണ് ഓരോ മാർക്കിന്റെ ചോദ്യം. ഒരു മാർക്കിന്റെ ചോദ്യം 8 ക്വസ്റ്റ്യൻസ് ആണ് ഈ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. ഇനി 9ാമത്തെ ചോദ്യം നോക്കൂ. അത് 2 മാർക്കിന്റെ ചോദ്യമാണ്. എന്താണ്, റൈറ്റ് ദ നെയിംസ് ഓഫ് സോഴ്സ് മൈക്രോബ്സ് യൂസ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫോളോയിങ് പ്രൊഡക്ട്സ്. ഈ 4 പ്രൊഡക്ട്സിലും നമ്മൾ എന്താണ് സോഴ്സ് മൈക്രോബ്, എന്താണ് മൈക്രോബ്, ആ പേര് നമ്മൾ ഓരോന്നിനും എഴുതുക. അപ്പൊ നമുക്ക് എന്തായി 2 മാർക്ക്. ഈ 4 എണ്ണം എഴുതുമ്പോൾ നമുക്ക് അവിടെ എന്തായി 2 മാർക്ക് കിട്ടും. ഇനി അടുത്തത് 10ാമത്തെ ചോദ്യം അതുപോലെ തന്നെ റൈറ്റ് എനി 4 ഇമ്പാക്ട്സ് ഓഫ് ഗ്രോയിങ് ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻ അവർ കൺട്രി. അത് നമുക്ക് അതായത് നമുക്ക് അതിന്റെ എന്താണ് 4 ഇമ്പാക്ട്, നമുക്ക് അത് പോപ്പുലേഷൻ ഗ്രോത്തിലെ ഇമ്പാക്ട് 4 പോയിന്റ് ആയിട്ട് എഴുതിയാൽ നമുക്ക് അവിടെ എന്തായി 2 മാർക്കായി. അടുത്തത് എന്താ, അറേഞ്ച് ദ ഫോളോയിങ്. കണ്ടു, ഇപ്പൊ പല തരത്തിലുള്ള ചോദ്യങ്ങൾ 2 മാർക്കിന് നമ്മൾ കണ്ടല്ലേ. ആദ്യം കണ്ടത് എന്താ, ഓരോ മൈക്രോബിന്റെ പേര് എഴുതാനായിട്ട്. 2ാമത് കണ്ടത് എന്താ, 4 ഇമ്പാക്ട് എഴുതാനായിട്ട്, 4 പോയിന്റ് ആയിട്ട് എഴുതുക. അടുത്തത് എന്താ, സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതാനായിട്ടാണ് അടുത്ത ചോദ്യം. ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുക. അതാണ് 2ാമത്തെ ചോദ്യം. കറക്റ്റ് ഓർഡർ ആയിട്ട് എഴുതുക. ഓർഡർ തെറ്റിയാൽ അവിടെ നമുക്ക് മാർക്ക് പോകും. കറക്റ്റ് ഓർഡറിൽ എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്തത് എന്താ, വി ഒബ്സർവ് എ കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് ഹൈറ്റ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, എക്സ്പ്ലെയിൻ വൈ. അപ്പൊ എന്താണ്, അവിടെ ആ സ്റ്റേറ്റ്മെന്റിനുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനാണ് അവിടെ നമുക്ക് 2 മാർക്ക് കിട്ടുന്നത്. ഈ 2 മാർക്കിന് തന്നെ പല ടൈപ്പ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ആയല്ലേ. ഓരോ വേർഡിൽ ഉത്തരം എഴുതുന്നത്, ഇപ്പോൾ പാരഗ്രാഫ് ആയിട്ട് ഉത്തരം എഴുതുന്നത്, അങ്ങനെ പല ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 13ാമത്തെ ചോദ്യം നോക്കൂ. അതിനെന്താണ്, അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന് വ്യത്യാസമുണ്ട്. 1/2 into 4
അങ്ങനെയാണ് അവിടെ 2 മാർക്ക് കിട്ടുന്നത്. കാരണം എന്താ, നമുക്ക് ബയോളജിയിൽ കുറെ ഡയഗ്രാംസ് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഓരോ ഡയഗ്രാംസും പഠിപ്പിക്കുമ്പോൾ മിസ്മാര് പറഞ്ഞിട്ടുണ്ടാവും അതെന്തായാലും ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. അപ്പൊ അതുപോലുള്ള ഡയഗ്രാംസ് എന്തായാലും പഠിച്ചു വെക്കുക. ഡയഗ്രാംസ് പഠിച്ച് ഓരോ പാർട്സ് മാർക്ക് ചെയ്യാൻ പഠിച്ചും വെക്കുക. മറക്കരുത്, മാറിപ്പോവരുത്, പാർട്സ് തമ്മിൽ മാറിപ്പോവരുത്. ഇവിടെ കണ്ടോ, ഐഡന്റിഫൈ ഈ ABCD ഈ പാർട്ടുകൾ ഏതാണെന്ന് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ പാർട്ടുകൾ എന്താണെന്ന് നമ്മൾ എഴുതുക. ആ 4 എഴുതിയ ഓരോന്നത്തിന് 1/2 മാർക്ക് വെച്ച് നമുക്ക് അവിടെ എന്തായി 2 മാർക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഇനി അപ്പോൾ ഡയഗ്രാംസ് പഠിക്കുന്ന കാര്യം വിട്ടു പോവാതിരിക്കുക. അടുത്തത് 14ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം അല്ലെ. അവിടെ എന്താ മാർക്ക് എങ്ങനെയാ, 1+1 ഒരെണ്ണത്തിനൊന്നും ഇതിനൊന്നും, അങ്ങനെ നമുക്ക് 2 മാർക്ക്. എന്താണ് ഈ ഡിഫൈൻ ചെയ്യണം ഈ ടേംസ് എന്താണ് വിത്ത് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. അപ്പൊ എക്സാമ്പിൾ അവർ എടുത്തു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്സാമ്പിൾ എഴുതാൻ മറക്കരുത്, എക്സാമ്പിളിന് മാർക്ക് ഉള്ളതാണ്. അപ്പൊ എന്താ, ഇത് ഡിഫൈൻ ചെയ്ത എക്സാമ്പിൾ എഴുതി ഇവിടെ എന്തായി 1 മാർക്ക് കിട്ടി. ഇതും ഡിഫൈൻ ചെയ്ത എക്സാമ്പിൾ എഴുതി ഇവിടെ എന്തായി, ഇവിടെയും 1 മാർക്ക് കിട്ടി. അപ്പൊ അങ്ങനെ നമുക്ക് ആ ചോദ്യത്തിന് 2 മാർക്ക് കിട്ടും. ഇനി 15ാമത്തെ ചോദ്യം അതുപോലെ തന്നെ 1+half ആണല്ലേ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ എന്താ നമുക്ക് നോക്കാം. 1 മാർക്കിന് നമുക്ക് ഇലക്ട് ഹീമോഗ്ലോബിൻ എന്താന്ന് എഴുതിയാൽ കിട്ടും. അതുപോലെ തന്നെ വേർ ഡു വി ഫൈൻഡ് ഇറ്റ്, അതെവിടെയാണ് നമ്മൾ കാണുന്നത്, അതിന്റെ 2 ഫംഗ്ഷൻസും എഴുതി. ഇത്ര എഴുതിയാൽ നമുക്ക് എന്തായി 2 മാർക്കായി. ഒരു ചോദ്യത്തിൽ തന്നെ 3 സബ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ അത് എഴുതിയാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, 2 മാർക്ക് കിട്ടും. ഈ 1+1+1 അതായത് 2 മാർക്കാണ് ഈ 15ാമത്തെ ചോദ്യത്തിന്. അതിന് പക്ഷേ 3 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ സൺ റേസ് ഹിറ്റ് ദി ക്ലോറോഫിൽ, റൈറ്റ് ദി സൈറ്റ് ഓഫ് ഫോട്ടോളിസിസ് വാട്ടർ. അപ്പൊ എന്താ, ഇത് 2 ചോദ്യമാണ്. ആ 2 ചോദ്യങ്ങൾക്ക് 1 മാർക്ക് ഈച്ച് ആണ്. അപ്പൊ എന്താ, നമുക്ക് അവിടെ 2 മാർക്ക് കിട്ടും. ആ 2 ചോദ്യം അറ്റൻഡ് ചെയ്താൽ 2 മാർക്ക് കിട്ടും. ഇനി 17ാമത്തെ ചോദ്യം 1/2 ആണ്. അങ്ങനെയാണ് 2 മാർക്ക് അവിടെ കിട്ടുന്നത്. റൈറ്റ് 4 ഇമ്പോർട്ടന്റ് കമ്പോണൻസ് ഓഫ് യൂറിൻ ഓഫ് എ നോർമൽ ഹെൽത്തി പേഴ്സൺ. അതായത് ഒരു ഹെൽത്തി പേഴ്സന്റെ യൂറിനുള്ള ഇമ്പോർട്ടന്റ് കമ്പോണൻസ് 4 എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4 എഴുതിയാൽ നമുക്ക് അവിടെ എന്തായി 2 മാർക്കായി. അപ്പൊ 4 എന്തായാലും പഠിച്ചു വെക്കാം, 4 5 പഠിച്ചു വെക്കാം. അപ്പൊ ഒരെണ്ണം മറന്നു പോയാലും നമുക്ക് ഒരെണ്ണം എഴുതാൻ പറ്റും. അപ്പൊ കറക്റ്റ് 4 നിന്നും എല്ലാവരും പഠിച്ചു വെക്കരുത്. ഒരെണ്ണം എക്സ്ട്രാ അഡ്വാൻറ്റേജ് പോലെ ഒരെണ്ണം കൂടി പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് 18ാമത്തെ ചോദ്യം, അതും എന്താ, അടുത്ത ഡയഗ്രാം. അപ്പൊ ഡയഗ്രാംസ് ബയോളജിയുടെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് വിട്ടുപോകാതെ പഠിക്കുക. തിയറിയോടൊപ്പം ഡയഗ്രാംസും പഠിക്കാൻ ശ്രദ്ധിക്കുക. പാർട്സ് വരച്ച് തന്നെ പഠിക്കുക, വരച്ച് അടയാളപ്പെടുത്തി പഠിക്കുക, പിന്നെ നമ്മളത് മറന്നുപോയില്ല. അടുത്ത എന്താ, 18ാമത്തെ ചോദ്യം ഡയഗ്രാം വരയ്ക്കാനാ. ഡ്രോ എ ഡയഗ്രാം ഓഫ് ഹ്യൂമൻ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ലേബൽ ഈറ്റ്സ് ടെസ്റ്റിസ് എപ്പിഡിഡമിസ് വാസ് ഡിഫറൻസ് യൂറീത്ര. അപ്പൊ എന്താ, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം വരച്ചിട്ട് ഈ പറയുന്ന 4 പാർട്സ് നമ്മൾ അതിൽ അടയാളപ്പെടുത്തണം. നേരത്തെ തന്നത് ആ 4 പാർട്സ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനാ പറഞ്ഞത്. ഇത് തിരിച്ച് ഈ 4 പാർട്സ് നമ്മൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം, വരയ്ക്കുകയും വേണം. നേരത്തെ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പലതരത്തിൽ ഈ ഡയഗ്രാമത്തിന്റെ തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും തറയായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ അതിനാണ് ഓരോ പാർട്ട് അടയാളപ്പെടുത്തുന്നതിന് 1/2 മാർക്ക് വെച്ചിട്ട് 2 മാർക്കാണ് ആ ചോദ്യത്തിന്. 19ാമത്തെ ചോദ്യം ഡിഫൈൻ സിസ്ട്രോൺ ട്രാൻസ്ക്രിപ്ഷൻ. ഇത് 2 ഡിഫൈൻ ചെയ്താൽ നമുക്ക് അവിടെ എന്തായി 2 മാർക്കായി. ഇനി അടുത്തത് 20ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം അല്ലെ. 20ാമത്തെ ചോദ്യം അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, അതിനും 2 മാർക്ക്. ഇനി നമ്മളൊരു 4 മാർക്കിന്റെ ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 21ാമത്തെ ചോദ്യം നോക്കൂ, അതിന് 4 മാർക്കാണ്. എന്താണത്, കോളം എ ഉണ്ട്, കോളം ബി ഉണ്ട് അല്ലെ. ബൊട്ടാണിക്കൽ നെയിംസ് ഓഫ് സം പ്ലാന്റ്സ് ആർ ഗിവൺ ഇൻ കോളം എ ആൻഡ് കോളം നെയിംസ് ആർ ഗിവൺ ഇൻ കോളം ബി. കോമൺ നെയിംസ് അല്ല, കോമൺ നെയിംസ് ആർ ഗിവൺ ഇൻ കോളം ബി. അപ്പൊ എന്താ, നമ്മൾ എക്ക് മാച്ച് ചെയ്തത് എന്ന് മാച്ച് ചെയ്തത് ബിന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട്, അതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ, ഈ കറക്റ്റ് ഇതിനെ മാച്ച് ചെയ്തത് ഇതിൽ നിന്ന് ഏതാന്ന് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഇത് ഞങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ക്രോസ് ചെയ്ത് ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ തലങ്ങനെ വിലങ്ങനെയൊക്കെ വരച്ച് നമ്മൾ ചേരുംപടി ചേർത്തിട്ടുണ്ടല്ലേ. പക്ഷെ ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും നല്ല വൃത്തിക്ക് നമുക്ക് എങ്ങനെയാണ് ചേരുംപടി എഴുതാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക. 21ാമത്തെ ചോദ്യമല്ലേ, 21 ക്വസ്റ്റ്യൻ നമ്പർ ഇതാണ് മാർജിൻ എന്ന് വിചാരിക്കുക, അതാണ് നമ്മുടെ ഷീറ്റ്. അപ്പൊ എന്താ, കോളം എ, അങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ, ഒറീസ സറ്റൈവ, അവിടെ എന്താണ് അതിന്റെ ഓപ്ഷൻ, എ ആണ്. എ ആയിട്ട് ചേരുന്നത് ഇവിടെ ഇപ്പോ ഫോർ എക്സാമ്പിൾ 1 ആണെങ്കിൽ 1. പിന്നെ അടുത്തത് ബി ആയിട്ട് ചേരുന്നത് 2 ആണ്, 2. സി ആയിട്ട് ചേരുന്നത് 3. ഇങ്ങനെ
നമുക്ക് നമുക്ക് അവിടെ എന്തായി 4 മാർക്കായി. അല്ലാതെ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്ത പോലെ ഇതുപോലെ ഒന്നും വരച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ ഇതുപോലെ, ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് എന്തായി മാർക്കായി. നമ്മുടെ ആൻസർ ഷീറ്റ് വൃത്തിക്കും ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നോക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല. ഇത് നമ്മൾ വരച്ചത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ നോക്കണവർക്ക്. അപ്പോൾ ഇതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേ, ഈ ചേരും പഠിക്കുക ആപ്റ്റ് ആയിട്ടുള്ള വേ. അപ്പൊ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ 22ാമത്തെ ചോദ്യം. അത് നോക്ക്, ഡിസ്ട്രിബ്യൂഷൻ 3+1 ആണ്. ഫസ്റ്റ് പാർട്ട് അറ്റൻഡ് ചെയ്യുന്നതിന് 3 മാർക്കും സെക്കൻഡ് പാർട്ട് അറ്റൻഡ് ചെയ്യുന്നതിന് 1 മാർക്കും ആണ്. എന്താണ് അത്? എന്താ 1 മാർക്കിന്റെ ചോദ്യം എന്താ? 2 എക്സാമ്പിൾ ഏതാണ്? അപ്പൊ ഈ എക്സാമ്പിൾസ് നമ്മൾ എല്ലാ ഡെഫിനേഷൻസ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ എക്സാമ്പിൾസ് കൂടെ പഠിക്കാൻ മറക്കണ്ട. എക്സാമ്പിൾസ് കൂടി പഠിക്കുക. അപ്പൊ ഇതിപ്പോ നമ്മൾ പല ചോദ്യങ്ങൾ കണ്ടല്ലോ, വിത്ത് എക്സാമ്പിൾസ് ചോദിക്കുന്നുണ്ട്, അതിന് മാർക്ക് ഉണ്ട്. അപ്പൊ എക്സാമ്പിൾസ് വിട്ട് കളയാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 23ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അതെന്താ? 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. എന്താണ്? എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ആൻഡ് ഗീവ് 1 എക്സാമ്പിൾ ഓഫ് ഈച്ച്. നമ്മൾ ഇപ്പൊ എക്സാമ്പിളിന്റെ കാര്യം പറഞ്ഞോളൂ അല്ലെ. അപ്പൊ അടുത്ത ക്വസ്റ്റിന് വന്നു, എന്താ എക്സാമ്പിൾ ചോദിച്ചു, എന്താ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമ്പിൾ കൂടി എഴുതിയാൽ നമുക്ക് എന്തായി 4 മാർക്കായി. ഇത് ഓരോ ടേം എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഓരോ എക്സാമ്പിൾ വെച്ച് എഴുതുക. അപ്പൊ എന്തായി ഓരോ മാർക്ക് വെച്ച് നമുക്ക് ഈ 4നും കൂടി 4 മാർക്ക് കിട്ടും. മനസ്സിലായില്ലേ? അടുത്തത് നോക്കൂ, 24. അതെന്താണ്? 4 മാർക്കിന്റെ ചോദ്യമാണ്. 4 മാർക്കിന്റെ ചോദ്യത്തിൽ 2 പാട്ടായി ചോദിച്ചിരിക്കുന്നത് 2 പാട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായി 4 മാർക്ക്. ഇപ്പൊ ഒരു പാട്ട് മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്തുള്ളൂന്നെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇത് മാത്രം അറ്റൻഡ് ചെയ്യുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഇത് രണ്ടും കൂടി അറ്റൻഡ് ചെയ്താൽ 1+3 എന്തായി 4 മാർക്കായി. ഇനി നോക്കൂ, അടുത്ത നമ്മളോട് ഡ്രോ ചെയ്യാൻ പറഞ്ഞത് അടുത്തതും ഒരു ഡയഗ്രാമാണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 3ാമത്തെ ഡയഗ്രാം ആണല്ലേ നമ്മൾ കാണുന്നത്. 3ാമത്തെ ഡയഗ്രാം എന്താ? ഡ്രോ എ നീറ്റ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ഡയഗ്രാം ഓഫ് വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് ഹ്യൂമൻ ഐ. അപ്പൊ ഹ്യൂമൻ ഐ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ടീച്ചർ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഹ്യൂമൻ ഐ വരച്ചിട്ട് ഈ പറയുന്ന ഓർഗൻസ് പാർട്സ് എല്ലാം എന്ത് ചെയ്യുക, ലേബൽ ചെയ്യാം. നമുക്ക് അവിടെ എന്തായി 4 മാർക്കായി. നമ്മൾ ഈ ഒരു എസ്സേ പാരഗ്രാഫ് പോലെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും ഒരു ഡയഗ്രാം വരച്ച് പാർട്സ് അടയാളപ്പെടുത്താൻ പഠിച്ചാൽ നമുക്ക് അവിടെ എന്തായി 4 മാർക്കായി. എന്ത് സിമ്പിൾ ആണല്ലേ ഡയഗ്രാം പഠിച്ചാൽ. അപ്പൊ തിയറിയും പഠിക്കുക, കൂടെ തന്നെ ഡയഗ്രാംസിന്റെ കാര്യം മറക്കാതെ പഠിക്കുക, പാർട്സ് മാറിപ്പോവാതെ അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് 26ാമത്തെ ചോദ്യം നോക്കാം. 26ാമത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഡിഫൈൻ ബ്ലഡ് പ്രഷർ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. അപ്പൊ എന്താ? അത് 4 മാർക്കിന്റെ ചോദ്യമാണല്ലേ. അപ്പൊ 4 മാർക്കിന്റെ ചോദ്യത്തിന് എന്താ 2 മാർക്ക് വെച്ചാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ. എ പാർട്ടിന് 2, ബി പാർട്ടിന് 2. അപ്പൊ അത് എഴുതിയാൽ നമുക്ക് അവിടെ എന്തായി 4 മാർക്കായി. ഇനി നമുക്ക് 27 നോക്കാം. 27ന് മാർക്കിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായി 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലോട്ടാണ് നമ്മൾ ഇനി കടക്കുന്നത്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് നോക്കാം. വാട്ട് ആർ ഒഗസാക്കി സെഗ്മെന്റ്സ്? അതിനെന്തായി ഇത് 3 ചോദ്യങ്ങൾ ഉണ്ട് അല്ലെ. 3ന് 2 മാർക്ക് വെച്ചാണ് അവിടെ 6 മാർക്ക്. അപ്പൊ ഓരോന്നിന് 2 മാർക്ക് വെച്ച്. അപ്പൊ എന്താ ഈ ഒഗസാക്കി സെഗ്മെന്റ്സ് എന്താന്ന് ഇത് അവിടെ എന്തായി 2 മാർക്കായി. അതുപോലെ തന്നെ ഡിഫൈൻ മ്യൂട്ടേഷൻ, എക്സ്പ്ലെയിൻ 2 ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ, അത് എഴുതി അവിടെ എന്തായി 2 മാർക്കായി. പിന്നെ എന്താണ് 3ാമത്തെ? വാട്ട് ആർ മ്യൂട്ടേജൻസ്, റൈറ്റ് എനി 2 എക്സാമ്പിൾ ഓഫ് മ്യൂട്ടേഷൻ. എഗെയിൻ ഇവിടെ എന്തായി എക്സാമ്പിൾ വന്നല്ലേ. അപ്പൊ എക്സാമ്പിൾസ് എന്തായാലും പഠിക്കുന്ന കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ ഇത്ര എഴുതിയാൽ നമുക്ക് അവിടെ എന്തായി 6 മാർക്ക്. സിമ്പിൾ ഡെഫിനേഷൻ എക്സാമ്പിളും എഴുതിയ എത്ര തന്നെ മാർക്ക് കിട്ടുന്നു ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. അടുത്തത് നെക്സ്റ്റ് ഒരു ഡയഗ്രാം. ഡ്രോ സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ സെൽ ആൻഡ് ലേബൽ ഇറ്റ്സ് പെരികാരിയോൺ, ആക്സോൺ. അതൊക്കെ എന്താണ് നമ്മളോട് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ അതും നമുക്ക് വരയ്ക്കണം. അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടും അതുപോലെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഒരു ചോദ്യമാണ്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനാണ്. അപ്പൊ എന്താണ് അവിടെ തന്നെ നമുക്ക് എന്തായി 6 മാർക്കായി. ഇനി 29ാമത്തെ ചോദ്യം. അതെന്താണ് 6 മാർക്കിന്റെ ചോദ്യമാണ്. ഇതെന്താണ് ഈ തന്നിരിക്കുന്ന 2 ഡിസീസസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണം. അത്ര ഇത് അവിടെ എന്തായി 6 മാർക്കായി. ഈ 2 ഡിസീസസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ എന്തായി 4 മാർക്കാണ്. ഒരു ഡിസീസിന് 2 മാർക്കാണ്. അപ്പൊ അതെല്ലാം തറവായിട്ട് പഠിച്ചു പോവുക. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ 30 ചോദ്യങ്ങളാണ് ബയോളജിയിലുള്ളത്. അതിൽ 30ാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ക്രാൻസ് അനാട്ടമി? ഡ്രോ എ ഫ്ലോ ചാർട്ട്. അപ്പൊ എന്താ ഫ്ലോ ചാർട്ടും പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഫ്ലോ ചാർട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഫ്ലോ ചാർട്ടും വൃത്തിയായി പഠിക്കുക. അതിന് ബി പാർട്ട് ആൻസർ ചെയ്യുക. അതിന് 4 മാർക്കാണ്. 4 ഡിഫറൻസ് ചെയ്ത് എന്താണ് അവിടെ 4 മാർക്കാണ്
ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഏകദേശം ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ബയോളജിക്ക് ഉണ്ട്. കാരണം എന്താ, ഡയഗ്രാംസ് ഉണ്ട്, പാർട്സ്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു മാച്ച് ദ ഫോളോയിങ് കണ്ടല്ലേ. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ചെയ്യേണ്ട പ്രോപ്പർ വേ ഞാൻ പറഞ്ഞു തന്നില്ല. അപ്പൊ അതുപോലെ മാച്ച് ദ ഫോളോയിങ് വന്നാൽ ചെയ്യുക. അതുപോലെ തന്നെ ഡയഗ്രാംസ് എല്ലാം വിട്ടുപോകാതെ പഠിക്കുക. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ എന്താണ് നമ്മുടെ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ബയോളജി പഠിച്ച് എക്സാം എഴുതാൻ പോവാ. അപ്പൊ ഏകദേശം നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. ബയോളജിയുടെ കാര്യത്തിൽ മാറിയെന്ന് വിചാരിക്കുന്നു. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. എങ്ങനെയാണ് മാർക്ക്, ഏതൊക്കെ രീതിയിലാണ് മാർക്ക് വരുന്നത്, എങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടും, അങ്ങനെയൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ മാക്സിമം സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ എഴുതാൻ നോക്കുക. റിവൈസ് ചെയ്ത് പഠിച്ചത് തന്നെ പിന്നെ റിവൈസ് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പറൊക്കെ തെറ്റാതെ എഴുതാൻ നോക്കുക. അങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തുള്ള യൂസ്ഫുൾ വീഡിയോസും ഹെൽപ്ഫുൾ വീഡിയോസും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലത്തെ, ഇതിപ്പോ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അല്ലേ പറഞ്ഞത്, ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ക്ലാസ്സസ്, മെറ്റീരിയൽസ് അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇലേൺ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഉണ്ട്. അപ്പൊ അതുവഴി നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം, അതായത് ക്ലാസ്സസ്, മെറ്റീരിയൽസ്, അനാലിസിസ് അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിയിൽ മെമ്പേഴ്സ് അല്ലാത്ത സ്റ്റുഡൻസിന് വേറൊരു വഴിയുണ്ട്. എന്താണ്, നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴി നമ്മുടെ ഗൈഡ് ബുക്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓൺലൈനായിട്ട്. അപ്പൊ അവർക്കും മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തുള്ള വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനാലിസിസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.